ഡോക്ടറെ, വേൾഡ് ലങ് ക്യാൻസർ ഡേ അല്ലേ ഓഗസ്റ്റ് 1? എന്തുകൊണ്ടാണ് നമ്മളിവിടെ കൂടുതലായിട്ട് ലങ് ക്യാൻസർ ഇങ്ങനെ കാണാനുള്ള കാരണം? ഇന്ന് ലോകത്ത് ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമാകുന്ന ഒന്നാണ് ലങ് ക്യാൻസർ. ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഇതിന്റെ സ്മോക്കിംഗ്, പുകവലിയാണ്. മറ്റൊന്ന് പാസീവ് സ്മോക്കിംഗ്, നമ്മൾ വലിച്ചു വിടുന്ന പുക നമ്മളെ ഭാര്യ, മക്കൾക്ക് അവരൊക്കെ ശ്വസിച്ചിട്ട് അവർക്കൊക്കെ വരാൻ, നമ്മളെ ചുറ്റുപാടുള്ള ആളുകൾക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. മൂന്നാമത് ഫാമിലി ഹിസ്റ്ററി, നമ്മളെ കുടുംബ പാരമ്പര്യം, നമ്മളെ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. നാലാമത് പറയുന്നത് വെച്ചാൽ നമ്മളെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, നമ്മൾ ഒരു കെമിക്കൽ ഫാക്ടറിയിലോ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്കും ലങ് ക്യാൻസർ വരാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ വായു മലിനീകരണം, നമ്മൾ ഡൽഹിയിലൊക്കെ കാണാലോ അന്തരീക്ഷ മലിനീകരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വായു മലിനീകരണം മറ്റൊരു കാരണമാണ്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നമുക്ക് ലങ് ക്യാൻസർ വരാനുള്ള കാരണങ്ങൾ. ഡോക്ടറെ, ലങ് ക്യാൻസറുടെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാ? 2-3 ആഴ്ച നിലനിൽക്കുന്ന ചുമ, നിർത്താതെയുള്ള ചുമ, ചുമക്കുമ്പോൾ ബ്ലഡ് വരിക, നെഞ്ചുവേദന, ശ്വാസതടസ്സം, നമ്മളെ സൗണ്ട് മാറുക, പെട്ടെന്ന് നമ്മളെ ബോഡി വെയിറ്റ് കുറയുക, ഇതൊക്കെയാണ് ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ. വേൾഡ് ലങ് ക്യാൻസർ ഡേയുടെ ഭാഗമായിട്ട് എല്ലാവർക്കും എന്ത് സന്ദേശം കൊടുക്കാനാണ് ഡോക്ടർ ആഗ്രഹിക്കുന്നത്? നമ്മളിതിൽ പറഞ്ഞ കുറെ കാരണങ്ങളുണ്ട്. അപ്പൊ അതിന് മെയിനായിട്ട് വരുന്ന കാരണങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. സ്മോക്കിംഗ്, പാസീവ് സ്മോക്കിംഗ്, അങ്ങനെ വരുന്ന സാഹചര്യാവസ്ഥകൾ നമ്മൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ട് കൃത്യസമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ്സും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തടയാൻ കഴിയും.